ഇന്ന് നാം സഭയായി സുവിശേഷ സേവ്യ സംഘമായി വേർതിരിച്ചിരിക്കുകയാണല്ലോ. വിശുദ്ധ കുർബാന മധ്യേ നിങ്ങൾക്കൊപ്പം ദൈവവചനം സംസാരിക്കാൻ സർവശക്തനായ ദൈവം എനിക്കൊരു അവസരം തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട ഷിബുവിന്റെ പക്ഷികളോടും സേവ്യ സംഘ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു ദൈവവചനവുമായി ദൈവമക്കളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പരിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിലപ്പ വിവിധ ഇടങ്ങളിലായിരുന്ന അടിയങ്ങൾ ഒരുമിച്ച് അപ്പാ നിന്റെ സന്നിധിയിൽ വരുവാനും നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുക്കിയ അവസരത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യണപ്പാ. നിന്റെ മുമ്പിൽ അപ്പാ അടിയൻ വചനവുമായി നിൽക്കുന്നു. അടിയന് കഴിയില്ലപ്പ, സന്നിധി ഏൽപ്പിച്ചു തരുന്നു. അടിയന്റെ നാവിനെ ശക്തീകരിക്കണമേ, കേൾക്കുന്ന ദൈവമക്കളെ ബലപ്പെടുത്തണമേ. അത് അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുവാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു നാമത്തിൽ തന്നെ ആമേൻ. 2025 സെപ്റ്റംബർ മാസം 7 മുതൽ 13 വരെ സേവ്യ സംഘ ദിനമായി 14-ാം തീയതി സേവ്യ സംഘ ദിനമായി നാം ആചരിക്കുന്നു. ഈ വർഷത്തെ ചിന്താ വിഷയം സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയാതാക്കളും, വുമൻസ് പ്രൊക്ലൈമേഴ്സ് ആൻഡ് പ്രാക്ടീഷേഴ്സ് ഓഫ് ചേഞ്ച്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ദൂതൻ സ്ത്രീയോട്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്നു കാണുകയും. പരിവർത്തനം അഥവാ മാറ്റം എന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ്. പരിവർത്തനം ഉള്ളിൽ സ്വീകരിച്ച സ്ത്രീ സമൂഹം ഉയർച്ചയുടെ പ്രഥമ സാക്ഷികളും ഉത്ഥാനത്തിന്റെ പ്രഘോഷകരുമായി നമ്മുടെ ഗാർഹിക ഇടങ്ങളിൽ, സഭയിൽ, സമൂഹത്തിൽ നിറഞ്ഞു ശോഭിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഇന്ന് നാം സേവ്യ സംഘമായി ആചരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. സേവ്യ സംഘത്തിന് ആരംഭം കുറിച്ചത് ഒരു കാണ്ടമ കൊച്ചുമേൽ നിന്നാണ്. വിധവയായ ഒരു സ്ത്രീ തന്റെ ഇരുട്ടിനെ പ്രയാസത്തെയും ശമിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടാതെ ഒരു കൊച്ചു വെടിതിരിയായിട്ട് കത്തി ശോഭിക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മറ്റു സ്ത്രീകളെ കൂടെ കൂട്ടി എങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം പ്രയോജനപ്പെടുത്താം, എങ്ങനെ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാം എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഈ സേവ്യ സംഘം രൂപം കൊണ്ടു. ഇന്ന് നാം ആ ചരിത്രം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇരുട്ടിനെ ശമിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ചുറ്റുമുള്ള തിന്മകളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇരുട്ടിൽ നമുക്കൊരു മെഴുകുതിരിയായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നാൽ നമ്മുടെ ജീവിതം ധന്യമായി. ദൈവം നമ്മളിൽ കത്തിച്ചിട്ടുള്ള ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ നോക്കിയാൽ അനേകം സ്ത്രീകളെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചിലരെ പറ്റി സേവ്യ സംഘ അംഗങ്ങളായ നാം പിന്തുടരേണ്ട ചില ശീലങ്ങളെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാനുള്ള അചഞ്ചലമായ പ്രതിബദ്ധത. 1 ശമൂവേൽ 1-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ പറയുന്നു, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. ഈ വേദഭാഗം ഒരു നിരന്തരമായ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ശമൂവേൽ ബാലന്റെ കഥ. ശമൂവേലിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഒരു കുടുംബ പശ്ചാത്തലം വിവരിച്ചുകൊണ്ടാണ്. അനവധി പ്രത്യേകതകളുള്ള ഒരു കുടുംബം. പതിവ് പോലെ ആണ്ടുതോറും ദേവാലയത്തിൽ യാഗം കഴിക്കാൻ പോകുന്ന കുടുംബം. ചിട്ടയായ ജീവിതശൈലി, ആഴമുള്ള വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു ഹന്ന. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തി. ഇവിടെ 6-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തന്റെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ നിരന്തരമായി അവളെ വേദനിപ്പിക്കുന്നു. എന്നാൽ ഹന്ന ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. പ്രതിസന്ധിയുടെ നടുവിലും ദേവാലയത്തിൽ അഭയം പ്രാപിക്കുന്ന ഹന്ന, ദേവാലയത്തിൽ വരാതിരിക്കാൻ അതിന് ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ദൈവത്തിന്റെ മുഖം ദർശിച്ചത് ദേവാലയത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എവിടെയാണ് അഭയം പ്രാപിക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ദേവാലയത്തിൽ അഭയം പ്രാപിക്കുന്നുണ്ടോ? ഇന്ന് പലരും ഒരല്പസമയത്തെ ആശ്വാസത്തിനായി പല വഴികളും തേടുന്നു. ചിലർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നു, ചിലർ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്നു. അങ്ങനെ പലതിനും നിന്ന് സഹിക്കാതെ വന്നപ്പോഴും അന്ന ആശ്രയം കണ്ടെത്തിയ ദേവാലയത്തിലാണ്. ആ അമ്മ തന്റെ വേദനയിലും ദൈവമുഖം സന്തോഷമായി കണ്ടു. ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നു. അവളുടെ നിലവിളിയുടെ ശബ്ദം ആർക്കും
അവിടെ ഹൃദയത്തിന്റെ വേദന കണ്ട ഒരു ദൈവമുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ വേദനയിൽ, സഹപ്രവർത്തകരുടെ വേദനയിൽ അവരെ നമുക്ക് ചേർത്ത് നിർത്തുവാൻ, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? സേവ്യ സംഘ അംഗങ്ങളായവർ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ പ്രതിബദ്ധമുള്ളവർ ആകണം. ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വാടാത്ത മുഖത്തോടെ വേണം മടങ്ങി പോകാൻ. വാക്യം 18 പറയുന്നു, അവളുടെ മുഖം വാടിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഹന്ന ദൈവസന്നിധിയിൽ തന്റെ വേദന പകർന്നതിന് ശേഷം തെളിഞ്ഞ മുഖത്തോടെ മടങ്ങി പോകുന്നു. നാമും ഇത്തരത്തിൽ പാടാത്ത മുഖമുള്ളവരാകണം. പ്രാർത്ഥനയുടെ പ്രതിഫലം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അന്നയുടെ മുഖം പ്രസന്നമായി. ദൈവത്തിന്റെ മുഖം നാം അന്വേഷിച്ചാൽ ഒരിക്കലും നമ്മുടെ മുഖം മാറുകയില്ല. രണ്ടാമതായി, ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി ത്യാഗം ചെയ്യുവാനുള്ള സന്നദ്ധ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ മടങ്ങി പോരുവാനും നിന്നെ കൂടാതെ മടങ്ങി പോരുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഈ രൂത്തിന്റെ അധ്യായത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പങ്ങളുടെ ദേശത്ത് ക്ഷാമം മൂലം മൊബാബിലേക്ക് പോകുവാൻ നവോമിയുടെ കൂട്ടത്തില് ഭർത്താവും മക്കളും ഉണ്ടായിരുന്നു. വളരെ സന്തുഷ്ടമായ ഒരു കുടുംബം. വളരെ വൈകാതെ 2 മരുമക്കളെ കൂടി ആ കുടുംബത്തിന് അംഗങ്ങളായി ലഭിച്ചു. എന്നാൽ ഈ സന്തോഷം അധികനാൾ നീണ്ടുന്നില്ല. ആദ്യം നവോമിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു. തുടർന്ന് 2 മക്കളും. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വേദന. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സമയം. യാതൊരു സാധ്യതയുമില്ല. എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു സാഹചര്യം. ഈ സമയത്ത് നവോമി സ്വന്തം ദേശത്തേക്ക് മടങ്ങുവാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനം തന്റെ 2 മരുമക്കളോടും പറയുമ്പോൾ മരുമക്കളിൽ ഒരാളായ രൂത്ത് അമ്മായിയോട് പറയുന്ന വാക്യമാണ് ഈ വായിച്ച ഭാഗം. രൂത്ത് ഒരു മൊബാബി സ്ത്രീയാണ്. മൊബാബിയും ഇസ്രായേലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇസ്രായേൽ മൊബാബി സ്ത്രീകളെ വിവാഹം കഴിക്കുകയില്ല. ഇത്തരം ജാതി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതെല്ലാം രൂത്തിന് അറിയാമെന്നും രൂത്ത് അമ്മായിമ്മയോടൊപ്പം പോകാൻ തീരുമാനിക്കുന്നു. സഹോദരിയായ ഓർപ്പ അമ്മായിമ്മ പറഞ്ഞതനുസരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ രൂത്ത് നവോമിയെ പിന്തിരിയാൻ കൂട്ടാക്കുന്നില്ല. തീർച്ചയായിട്ടും അത് നവോമിയുടെ വിശ്വാസം രൂത്തിനെ സ്വാധീനിച്ചിരിക്കുന്നു. തനിക്കൊരു പരിചയമില്ലാത്ത ദേശത്തിലേക്ക് വൃദ്ധയായ അമ്മായിയമ്മയോടുള്ള ജീവിതം ദുർഘടങ്ങളിലായിരിക്കുമെന്ന് അറിയാമായിട്ടും സ്വയമായി ത്യാഗം സഹിച്ചുകൊണ്ട് രൂത്തിന്റെ കൂട്ടത്തിൽ ജീവിക്കാൻ തയ്യാറാകുന്നു. തൻ്റെ കഴിവുകളെക്കുറിച്ചും താൻ ചെറുപ്പക്കാരിയായിരുന്നിട്ടും സ്വന്തം ദേശത്ത് നല്ലൊരു ജീവിതം ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിട്ടും സഹോദരിയായ ഓർപ്പ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്ത് അവരെ വിട്ടുപോയപ്പോഴും രൂത്ത് അമ്മായിയമ്മയോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്നു. സേവ്യാസംഘങ്ങളായ നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി സ്വയം ത്യാഗം ചെയ്യാൻ സാധിക്കുമോ? ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലൊരു തീരുമാനമാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ കരുതുവാനും ആവശ്യത്തിലിരിക്കുന്നവരെ ചേർത്ത് നിർത്തുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് ശാന്തമായി ചിന്തിക്കാം. മൂന്നാമതായി, തലമുറകൾക്ക് കൈമാറുന്ന ദൈവവിശ്വാസം. 2 തീമോഥെയോസ് 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലൂയിസിലും അമ്മ യുനീറ്റിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വിശ്വാസം തലമുറകളായി കൈമാറി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് അവർ തങ്ങളുടെ വിശ്വാസം അവർ തലമുറയ്ക്ക് കൈമാറി എന്ന് പറഞ്ഞാൽ തലമുറകൾ ആ വിശ്വാസത്തെ പിന്തുടർന്നു എന്നാണ് അർത്ഥം. എനിക്കിന്ന് ഉറച്ച വിശ്വാസത്തോടെ പറയാൻ പറ്റും, എൻ്റെ മാതാവിൽ നിന്നോ എൻ്റെ അമ്മച്ചിയിൽ നിന്ന് ലഭിച്ച വിശ്വാസം കൊണ്ട് ഒന്ന് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്നത്. പ്രതിസന്ധികളിലൂടെ പ്രയാസത്തിലൂടെ കടന്നുപോയപ്പോൾ ആ ദൈവം തമ്മിൽ ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങളെ ഒരുമിച്ച് കുടുംബമായി ദേശത്ത് നിർത്തി. അനേക ദൈവമക്കളുടെ പ്രാർത്ഥന, അനേക സുഹൃത്തുക്കളുടെ സപ്പോർട്ട്, കെയർ എന്നിവ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വചനം പറയാൻ അറിയില്ല എങ്കിലും ആ നടത്തിയ ദൈവത്തെ സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു വാക്ക് പറയാൻ ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഈ അവസരം ഉപയോഗിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു മാതാവിന്റെ കടമയാണ് നമ്മുടെ തലമുറയെ നടത്തുക എന്നത്. സ്ത്രീകൾക്ക് ദൈവം ഒരു വലിയ ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നാം പലപ്പോഴും നമ്മുടെ ദൗത്യത്തെ മറന്നുപോയി ജീവിക്കുന്നു. നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ സമർപ്പണത്തോടെ കർത്താവിനെ പിൻപറ്റുന്നവരായി
ധാരാളം പണം സമ്പാദിച്ചതിലോ സ്ഥാനമാനങ്ങൾ ലഭിച്ചതിലോ മോടിയുള്ള വസ്ത്രം ധരിച്ചതിലോ ദാനധർമ്മങ്ങൾ ചെയ്തതിലോ ഒന്നുമല്ല. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെയൊക്കെ ഭവനത്തിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാകും. സ്ത്രീയുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളിലും അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. സുഖദുഃഖങ്ങൾ, വേദന, നിരാശ, ഒറ്റപ്പെടുത്തൽ, കഷ്ടപ്പാടുകൾ, അവഗണനകൾ. എന്നാൽ നാം ഒക്കെ അനുഭവിക്കുന്ന വേദനയിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതൊരു പ്രയാസത്തെയും വേദനയും നമുക്ക് നിഷ്പ്രയാസമായി അതിജീവിക്കാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ, നമ്മുടെ സഭാചരിത്രം നോക്കിയാൽ കാലാകാലങ്ങളിൽ ദൈവം അനേക സ്ത്രീകളെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട്, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട്, കുടുംബങ്ങളുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക, നമ്മുടെ കുടുംബം ഏറ്റവും മനോഹരമാക്കുക, ആയിരിക്കുന്ന അവസ്ഥയിൽ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ തലമുറയെ ഉറച്ച വിശ്വാസത്തിൽ വളർത്തുവാനായി തീരണം. ഇങ്ങനെ നമ്മുടെ തലമുറയെ വളർത്തിയാൽ അവരുടെ ഏത് പ്രതിസന്ധിയിലും അവർ മറ്റു വഴികൾ തേടാതെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്ത് വന്നുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും. ഞാനിവിടെ വിശദീകരിച്ചത് 3 വ്യത്യസ്ത സ്ത്രീകളുടെ അവസ്ഥകളെ പറ്റിയാണ്. അവരെക്കുറിച്ചാണ് കൂടുതൽ വിശദീകരിച്ചത്. ഒന്നാമതായി ഹന്ന. ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാനുള്ള പ്രതിബദ്ധത. 2 രൂത്ത്. ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി സ്വയം ത്യാഗം ചെയ്യുവാനുള്ള സമർപ്പണം. നമുക്കും ദൈവഹിതത്തിനായി സമർപ്പിക്കാം. അതിലൂടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയുടെ ഭാഗമാകാം. 3-ാമതായി തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന വിശ്വാസം. പൗലോസ് തീമോഥെയോസിനെ പറ്റി ഉറപ്പോടെ പറയുന്നത് പോലെ വിശ്വാസമുള്ള ഒരു അമ്മയുടെയും വല്യമ്മയുടെയും മകൾ അല്ലെങ്കിൽ മകൻ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.